സർവകലാശാലകളിൽ SFI നടത്തിയത് ഗവർണർക്കെതിരായ സമരമല്ല, ഗുണ്ടായിസമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് സർവകലാശാല ജീവനക്കാരെ എന്തിനാണ് തല്ലിയത്? ഗവർണർക്കെതിരായ സമരമാണെങ്കിൽ രാജ്ഭവനിലേക്കാണ് സമരം ചെയ്യേണ്ടതെന്നും VD സതീശൻ. സർവകലാശാലകളിലേക്ക് ഇരച്ചുകയറി സർവകലാശാലകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയും ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും മർദ്ദിച്ചു. തികഞ്ഞ ഗുണ്ടായിസമാണ് നടന്നത്. അതിന് പോലീസ് കൂട്ടുനിന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന UDF പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസിനെയും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാട്ടാൻ കുടപിടിക്കുകയും ചെയ്യുന്ന പോലീസിനെയുമാണ് കേരളം കാണുന്നത്. CPM നേതാക്കൾ SFIയെ നിയന്ത്രിക്കണം. സർവകലാശാലകളിലേക്ക് ഇരച്ചുകയറി നടത്തിയ സമരാഭാസം എന്തിനു വേണ്ടിയായിരുന്നു? അക്കാദമിക് രംഗത്ത് ഗുരുതര പ്രശ്നങ്ങളാണുള്ളത്. സംസ്ഥാനത്തെ 13 സർവകലാശാലകളിൽ 12ലും സ്ഥിരം VC-മാരില്ല. എല്ലായിടത്തും VC-മാരും സിൻഡിക്കേറ്റും തമ്മിൽ തർക്കത്തിലാണ്. കുട്ടികളാണ് ഇരകളായി മാറുന്നത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഗവർണറും സർക്കാരും ഏറ്റുമുട്ടുന്നതിൻ്റെ ഇരകളായി മാറുന്നത് കേരളത്തിലെ കുഞ്ഞുങ്ങളാണ്. അത് അവസാനിപ്പിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി സമരാഭാസത്തിന് പിന്തുണ നൽകുകയാണ്. കേരളത്തിന്റെ അഭിമാനമായിരുന്ന പോലീസ് നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുക. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. CPM നേതാക്കന്മാർ SFIയെ നിയന്ത്രിക്കണം. കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത്? എന്താണ് ഈ സമരാഭാസം? എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി നടത്തിയ ഈ സമരം നമുക്കറിയാലോ. അക്കാദമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിൽ സ്ഥിരം VC-മാരില്ല. അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും VC-മാരും തമ്മിൽ, താൽക്കാലിക VC-മാരും തമ്മിൽ ഭയങ്കരമായ പ്രശ്നമാണ്. കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത്. വിദ്യാഭ്യാസം തന്നെ തകരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാദമിക് മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. നിസാര കാര്യത്തിന് വേണ്ടി ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ ബലിയാണ് ആകുന്നത് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ്. അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുക. എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇത്രയും വലിയ വൃത്തികേട് ഇവര് കാണിച്ചിട്ട് വടി വാങ്ങിച്ച്, പോലീസിന്റെ വടി വാങ്ങിച്ച് പോലീസിനെ തല്ലുക. അത് നോക്കിയിരിക്കുകയാണ് 100 പോലീസ്. നാണക്കേട്. കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ്. നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പറ്റാതെ. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകർത്ത് കുഞ്ഞുങ്ങളുടെ ഭാവി നൽകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഇത് തുടരാൻ പാടില്ല. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യം.